ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, നമുക്ക് നാടൻ കോഴി കൊണ്ട് ഒരു കർക്കിടക സ്പെഷ്യൽ ജീരകക്കോഴി തയ്യാറാക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ജീരകക്കോഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി വലിയ മൂപ്പില്ലാത്ത ഒരു നാടൻ കോഴി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മറ്റു ചേരുവകൾ: ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചെടുത്തത്, വെളുത്തുള്ളി ഒരു 15 അല്ലി ചതച്ചെടുത്തത്, ചെറിയ ഉള്ളി 10-15 അല്ലി ചതച്ചെടുത്തത്, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം ചതച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് ചതച്ചത് 1 ടീസ്പൂൺ. ഞാനിവിടെ മൺചട്ടിയിൽ വിറകടുപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. എല്ലാ ചേരുവകളും ഇറച്ചിയുടെ കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, മുഴുവനായി ഒറ്റയടിക്ക് തന്നെ പിഴിഞ്ഞെടുത്തതാണിത്. ഇത് വേവിക്കാൻ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് അടുപ്പിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഏകദേശം ഒരു മണിക്കൂർ വേവിക്കേണ്ടി വരും. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ്, എരിവ് ഒക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി വേവിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അതിനായി 2 ചെറിയ സ്പൂൺ ഉലുവ, 2 ചെറിയ സ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ സ്പൂൺ കടുക് എന്നിവ ഒന്ന് നന്നായി വറുത്തെടുക്കുക. ഞാൻ ഇതുപോലെ ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊടിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ കറി ഒന്ന് വറവിടാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി നന്നായി മൂത്ത് ബ്രൗൺ നിറമായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവനായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഇപ്പോൾ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ജീരകക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.